വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇനാഗ്രേഷന് വേണ്ടി പോവാണ്. അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ച 18-ാം തീയതി കേട്ടോ, ഓഗസ്റ്റ് 18 സൺഡേ വൈകുന്നേരം 4 മണിക്കാണ് ഇനോഗ്രേഷൻ. അപ്പൊ ഏകതാര മീഡിയയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളും പങ്കെടുക്കാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി അജേട്ടന്റെ അടുത്ത ബന്ധുവാണ് ഈ സജീവേട്ടന്റെ ആണ് ഈ ഏകതാര മീഡിയ. അപ്പൊ അതിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം സെറ്റാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ തുടർന്ന് വീഡിയോയിൽ കാണാം. നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ്. ഏകതാര മീഡിയ എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം കൊടുക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ലോഗോ പ്രകാശനം നമ്മുടെ പ്രിയങ്കരനായ ഈശ്വര്യത്തിൻ്റെ അറിയപ്പെടുന്ന സഹകാരിയായ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ പാലേരി രമേശൻ VT മുരളിക്ക് നൽകി അത് പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരുപാട് അവ്യക്തത പലർക്കും ഉണ്ടാകും. എന്താണ് ഈ ഏകതാര മീഡിയ എന്നത്? നവമാധ്യമ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. പത്ര അച്ചടി മാധ്യമങ്ങൾക്ക് ബദലായി അതിന് സമാന്തരമായിട്ട് തന്നെ നവമാധ്യമ രംഗം ഒരുപാട് സാധ്യതകളുള്ള ഒരു സമകാലിക സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. വാട്സപ്പ്, ഫേസ് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ എന്താ പറയുക കുറേ ഒരു യൂട്യൂബ് ചാനലുമാർ ആ സാധ്യതകളിലേക്ക് ഒരു കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. സർഗാത്മകമായ സാഹിത്യ രംഗങ്ങളിൽ അച്ചടി മാധ്യമങ്ങൾ ഒരു പരിധി വരെ അതിനെ കുറേയൊക്കെ അവഗണിച്ചു പോകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ആ സർഗാത്മക സാഹിത്യത്തിൻ്റെ ഒരു സ്പേസ് നവമാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പുതിയ കാലം തെളിയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജമാഷപ്പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു സാധ്യത തേടുന്ന ഒരു സംഗതിയാണ്. ഒരു ബദൽ നവമാധ്യമ സാധ്യതകൾ തേടുന്ന ഒരു സംരംഭമാണ്. ഒരുപാട് സങ്കല്പങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഇതിൽ അച്ചടി മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പുസ്തക പ്രസാധനത്തിന് ഒരു സാധ്യത നമ്മൾ തേടുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ട് കലാസാഹിത്യ രംഗങ്ങളിലെ പ്രഗത്ഭമായ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തും. അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ സംരംഭമാണ്. ഇതിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള VT മുരളിയുള്ള കുറേ ആളുകൾ ഇതിനായിട്ടുണ്ട്. രാജമാഷപ്പെട്ട ആളുകളുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ നാടിൻ്റെ പ്രിയങ്കരനായ മോന്
അതുപോലെ ഏകതാര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം ബാലമാഷിയുടെ പറഞ്ഞതുകൊണ്ട് നവമാധ്യമ രംഗത്ത് വലിയ സാധ്യതകളാണല്ലോ നമുക്കറിയാം. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും രണ്ട് വശങ്ങളുണ്ട്. അതിൽ നല്ല നല്ല വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഈ മാധ്യമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാണുന്നത്. അപ്പം കുറേ നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തകളും പിന്നെ വാർത്തകൾക്ക് ക്ഷാമമൊന്നുമില്ല. പക്ഷേ അതെങ്ങനെ നമ്മൾ സജീവൻ്റെ പ്രവർത്തനം എത്ര സജീവമാകുന്നു അത്രയും നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഈ സ്ഥാപനം നല്ല നല്ല ഒരു സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും നാട്ടുകാരും കൂടിയിട്ടാണ്. ഇത് വളരെ നല്ല രീതിയിൽ വികസിച്ചു വരട്ടെ. വടകരയുടെ തന്നെ ഒരു വലിയ കേന്ദ്രമായി ഈ ചെറുപ്പം ഗ്രാമം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.